ഹായ് ഓൾ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ എക്സ്ക്യൂസ് ഉണ്ട്, കാരണം എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് സൗണ്ട് കുറച്ച് കുറവാണ്. ഞാൻ ഇന്ന് ആടിൻ്റെ കുടലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾറെഡി ക്ലീൻ ചെയ്ത കുടലാണ് ഞാൻ മേടിച്ചത്. വീട്ടിൽ വന്ന് ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി എടുത്ത കുടലും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, കാരണം നല്ല വേവുള്ള സാധനമാണിത്, അറിയാമല്ലോ. പിന്നെ ഓയിൽ ചൂടായ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് പിന്നെ ഈ ചോപ്പ് ചെയ്ത് വെച്ച ഒരു സവാള, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി. ഈ പൊടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടത്തിന് ആവശ്യാനുസരണം എടുക്കുക, അവരവരെ ഇഷ്ടമാണ്. മല്ലിപ്പൊടി ഇട്ട് ഇളക്കി നല്ലോണം മൂത്ത് വരുമ്പോൾ മാത്രം മുളക് പൊടി ഇടണം. മുളക് പൊടിയും എരിവിനനുസരിച്ചാണ്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. അത് അധികം എരിവില്ല, കളറാണ് കൂടുതൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് കുറച്ച് പെരുംജീരകം പൊടിച്ചതും കൂടെ ഇട്ട് നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കുടലിട്ട് ആവശ്യത്തിന് വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കുക്കറിൽ വേവിക്കണം. ഒരു 4-5 വിസിൽ കേൾക്കിട്ട്. കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കണത്. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്, കറക്റ്റായി വന്നു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങ ചിരകിയതും കുരുമുളക് പൊടിയും കൂടി മിക്സിയിൽ അരച്ച് മാറ്റി വയ്ക്കണം. പിന്നെ ഈ വേവിച്ചെടുത്ത കുടൽ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. മാറ്റിയെടുത്തിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ടിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ നമുക്കിതിനകത്ത് അവസാനം ചേർക്കാനുള്ളത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കുരുമുളകും കൂടെ ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരണത്. അപ്പം കുരുമുളകും കൂടെ ചേർത്ത് ഇളക്കിയെടുത്ത് അടച്ചു വെച്ച് നല്ലോണം വേവിക്കണം. വേവിച്ച് വരുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് ഈ ഒരു തോര റെഡി ആയിട്ട് വരും. ഇച്ചിരി ഡ്രൈ ആയിട്ട് വരണം. വെള്ളമോല ആവണേക്കാട്ടി ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ നമ്മുടെ കുടൽ തോരൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ദയവായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.